Tantum ergo sacramentum veneremur cernui et antiquum documentum novo cedere tui prestet vide supplementum sensum defectui. Amen. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കരുണാനായ ദൈവമേ, ഞങ്ങളിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ബുദ്ധിയുടെ തലത്തിൽ ആഴത്തിലുള്ള ചിന്തകൾക്ക് വഴിതെളിക്കുന്നതിനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കുന്നതിനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ, ഞങ്ങളിൽ നിന്ന് നിറയണമേ. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, ഈ കോവിഡ് കാലമൊക്കെ എങ്ങനെയായിട്ട് പോകുന്നു? സുഖമാണോ എല്ലാവർക്കും? സുഖമാണല്ലേ? നമ്മളൊക്കെ നമ്മുടെ 5 പാഠങ്ങളൊക്കെ കഴിഞ്ഞു, സെമസ്റ്റർ എക്സാമും കഴിഞ്ഞ് സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. 5ാമത്തെ പാഠങ്ങളിൽ നമ്മൾ ബന്ധങ്ങളെക്കുറിച്ച്, നല്ല ബന്ധങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അതുവഴി എപ്രകാരം നമുക്ക് നല്ല ഒരു സാമൂഹിക ക്രമം ഉണ്ടാക്കിയെടുക്കാം എന്നൊക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ 6ാമത്തെ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് യുവജനങ്ങളും സാമൂഹിക പ്രതിജ്ഞാബദ്ധതയും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഹെഡിങ്ങിൽ തന്നെയുണ്ട് അത് എന്താണ് സൂചിപ്പിക്കുന്നതിനെ കുറിച്ച്. യുവജനങ്ങളുടെ പാപ്പ എന്നറിയുന്ന ജോൺ പോൾ രണ്ടാമൻ ഇപ്രകാരമാണ് പറയുന്നത്: യുവജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങളുടെ സ്വകാര്യ സ്വത്തുമല്ല. ഓരോ മനുഷ്യനും ജീവിതയാത്രയിൽ കടന്നു പോകുന്ന സ്ഥലകാലങ്ങളുടെ സ്വന്തമാണെന്ന് പറയുന്നത്. യുവജനങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നിങ്ങൾക്കറിയാം, അവർ വളരെ ധീരതയുള്ളവരായിരിക്കും, അതുപോലെ വളരെ ക്രിയേറ്റീവ് ആയിരിക്കും, പുതുമകളെയൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും, നല്ല പ്രതികരണശേഷി ഉള്ള വ്യക്തികളുമായിരിക്കും, അല്ലേ? അപ്പോൾ യുവാക്കളുടെ ഈ പ്രത്യേകതകളൊക്കെ വേണമെങ്കിൽ സമൂഹത്തെ വളർത്തുവാനായിട്ട് വിനിയോഗിക്കാം, അതുപോലെ തന്നെ തളർത്തിക്കളയുവാനായിട്ട് വിനിയോഗിക്കും. ദൈവദത്തമായിട്ടുള്ള ഈ കഴിവുകളൊക്കെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് വിനിയോഗിച്ചുകൊണ്ട് നമുക്ക് മുൻപിൽ ഉത്തമ മാതൃകകളായ ഒത്തിരിയധികം വ്യക്തികളെ നമ്മൾക്ക് ഈ പാഠഭാഗം പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്നാമതായിട്ട് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ തന്നെ. കറുത്തവർഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച നെൽസൺ മണ്ടേല. കൽക്കത്തയുടെ തിരുവോരങ്ങളിൽ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് അലഞ്ഞു തിരിഞ്ഞു നടന്ന പാവങ്ങളുടെ അമ്മയാണ് മദർ തെരേസ. അങ്ങനെ ഒത്തിരിയധികം ആളുകളെ നമ്മൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുകയാണ്. സ്നേഹമുള്ള മക്കളെ, നമ്മൾക്കും ഒത്തിരിയധികം കാര്യങ്ങൾ ഈ യുവത്വത്തിൽ ചെയ്യാനില്ല. ഇനി രണ്ടാമതായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത് സാമൂഹിക പ്രതിജ്ഞാബദ്ധത, ഒരു പ്രവാചക ദൗത്യം എന്നതിനെ കുറിച്ചിട്ടാണ്. കാലാകാലങ്ങളിൽ വ്യക്തികൾ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് എതിരായി നിന്നപ്പോഴും സമൂഹം വ്യക്തികളുടെ നന്മയ്ക്ക് എതിരായപ്പോഴും വ്യക്തികളിലൂടെ ദൈവം ഇടപെടുന്നുണ്ട്. അഹാബ് രാജാവ് വിഗ്രഹാരാധനയ്ക്കും അന്യദേവന്മാരെ ആരാധിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ സമൂഹത്തെ നയിച്ചപ്പോഴും എലിയ പ്രവാചകൻ അവിടെ ശക്തമായിട്ട് ഇടപെടുകയാണ്. തിരുനാളുകളും ഉത്സവങ്ങളും ഒക്കെ വെറും ആചാര അനുഷ്ഠാനങ്ങളായിട്ട് തരംതാണപ്പോഴും നിങ്ങളുടെ ഉത്സവങ്ങൾ എനിക്ക് വെറുപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആമോസ് പ്രവാചകൻ ഇടപെടുകയാണ്. ഇതുപോലെ ശക്തമായിട്ട് ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഇനി നമുക്ക് ക്രിസ്തുവിൻ്റെ സാമൂഹിക പ്രതിജ്ഞാബദ്ധതയെക്കുറിച്ച് ഒന്ന് നോക്കാം. ഒരു യാഥാസ്ഥിക സമൂഹത്തിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയാണ് ക്രിസ്തു. ഒന്നാമതായിട്ട് പാപത്തെയാണ് വെറുക്കേണ്ടത്, പാപിയെയല്ല. രോഗം എന്നത് ഒരു ശാപത്തിൻ്റെയോ പാപത്തിൻ്റെയോ ഫലമൊന്നുമല്ല. ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ്. അതുപോലെ സാപത്ത് മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യൻ സാപത്തിന് വേണ്ടി, നിയമത്തിന് വേണ്ടിയല്ല. ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ
ക്രിസ്തു നമുക്ക് മുൻപിൽ തുറന്നു വയ്ക്കുകയാണ്. അല്ലെ, മർക്കോസിന്റെ സുവിശേഷം 10:45 പറഞ്ഞിരിക്കുന്നു, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനില്ല, ശുശ്രൂഷിക്കുവാനും സ്വജീവൻ അനേകർക്ക് മോചനദ്രവ്യമായി നൽകുവാനും അധികാരമുള്ളവനെ പോലെയാണ് അവിടുന്ന് പഠിപ്പിച്ചിരുന്നത്. ഉപവാസത്തിനെയും പ്രാർത്ഥനയെയും കുറിച്ചുമൊക്കെ മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. നിങ്ങൾ കപടനാട്യക്കാരെ പോലെ ആവരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്രകാരമായിരിക്കണം? കഥകടച്ച് സ്വന്തം മുറിയിൽ നിന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ഉപവസിക്കുമ്പോഴോ നിങ്ങൾക്ക് മുൻപിൽ കാഹളം മുഴക്കരുത്. അതുപോലെ പരസ്നേഹത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും രോഗത്തെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ദർശനം ക്രിസ്തുനാഥൻ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സാമൂഹിക പ്രതിജ്ഞാബദ്ധതയാണ് നമുക്ക് മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ജാതി മതലിംഗ ഭേദമില്ലാതെ സർവ്വ മനുഷ്യരെയും ദൈവത്തിൻ്റെ മക്കളായിട്ട് കാണുന്ന ഒരു സാമൂഹിക ഇടപെടൽ. ഇനി ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നവരാണ് ക്രൈസ്തവർ. അപ്പോൾ സഭയുടെ സാമൂഹിക പ്രതിജ്ഞാബദ്ധത അതെപ്രകാരമാണെന്ന് നമുക്കൊന്ന് നോക്കാം. അടിച്ചമർത്തപ്പെട്ടവരുടെയും ബന്ധിതരുടെയും മോചനത്തിന് വേണ്ടി പ്രയത്നിക്കുകയും ശബ്ദമില്ലാത്തവർക്ക് ഈ ലോകത്തിൽ ശബ്ദമായി തീരുകയും ചെയ്യേണ്ട സഭയുടെ ദൗത്യമാണ്. റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ഒത്തിരിയധികം മതമർദ്ദനങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ ആദിമസഭയ്ക്ക് നേരിടേണ്ടതായിട്ട് വന്നു. അതെന്തുകൊണ്ടാണ്? അന്ന് അടിമകളായിരുന്ന മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ട് തങ്ങളോട് ചേർത്ത് നിർത്തിയത് കൊണ്ടാണ് പലപ്പോഴും ആദിമസഭയ്ക്ക് മതമർദ്ദനങ്ങൾ നേരിടേണ്ടി വന്നത്. അതുപോലെ കഴിഞ്ഞ വർഷം നമ്മളൊരു വിശുദ്ധനെ കുറിച്ച് പഠിച്ചല്ലോ. ആരായിരുന്നു അതുപോലെ? എഡ്വിൻ പറഞ്ഞു. ആരായിരുന്നു? വിശുദ്ധ തോമസ് മൂർ. എന്താണ് വിശുദ്ധ തോമസ് മൂർ ചെയ്തത്? അന്നത്തെ ഹെൻറി 8-ാമൻ രാജാവ്, ഇംഗ്ലണ്ടിലെ ഹെൻറി 8-ാമൻ രാജാവ് സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കാനായിട്ട് ഒരുങ്ങിയപ്പോൾ അന്നത്തെ ചാൻസലറായിരുന്ന തോമസ് മൂർ ആ പദവി തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് അത് കത്തോലിക്ക വിശ്വാസത്തിന് എതിരാണെന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ സാമൂഹികമായിട്ട് ശക്തമായിട്ട് സ്വന്തം സ്ഥാനത്യാഗം വരെ ചെയ്തുകൊണ്ട് ഇടപെട്ടിട്ടുള്ള വ്യക്തികളാണ് സഭയ്ക്ക് മുൻപേ പോയവർ. ഇനി നമുക്ക് നമ്മുടെ പാപ്പാമാര് വിവിധ കാലഘട്ടങ്ങളിൽ ചാക്രിക ലേഖനങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് സമൂഹത്തിൽ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ റഷ്യ, പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങളിൽ നിരീശ്വരവാദം, അതുപോലെ പ്രൊട്ടസ്റ്റന്റിൻ്റെ ആധിക്യം ഒക്കെ വന്നപ്പോൾ പല കാലഘട്ടങ്ങളിലായി നമ്മുടെ പാപ്പാമാർ ലേഖനങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് അതിലെല്ലാം ഇടപെട്ടു. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലിയോ 13-ാമൻ പാപ്പയുടെ റേയും നൊവാരും മുതൽ ബെനഡിക്റ്റ് 16-ാമൻ പാപ്പയുടെ കാരിത്താസ് ഇൻ വെരിറ്റാതെ വരെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ പാപ്പ ആരാണ്? ഫ്രാൻസിസ് പാപ്പ. ഫ്രാൻസിസ് പാപ്പയുടെ ഏറ്റവും പുതിയ ലേഖനം എന്താണെന്ന് അറിയാമോ? ക്രിസ്തുസ് വിവിഡ്. 1891 ലയോ 13-ാമൻ പാപ്പയുടെ റേരും നൊവാരും, 1931 പിയൂസ് 11-ാമൻ പാപ്പയുടെ കാദ്രോ ജെസീമോ അന്നോ, 1961 ജോൺ 23-ാമൻ പാപ്പയുടെ മാത്തർ മജിസ്ത്ര, 1963 ജോൺ 23-ാമൻ പാപ്പയുടെ പാച്ചൻ ഇൻ തേറീസ്, 1967 പോൾ 6-ാമൻ പാപ്പയുടെ പോപ്പുളോറും പോഗ്രസിയോ, 1971 പോൾ 6-ാമൻ പാപ്പയുടെ ഓക്തോ ജെസീമോ അദ്വേനിയൻസ്, 1981 ജോൺ പോൾ 2-ാമൻ്റെ ലംബോറാം എക്സർജൻസ്, 1987 ജോൺ പോൾ 2-ാമൻ്റെ സൊള്ളിച്ചിദൂത്തോ റെയി സ്വച്ചാലിസ്, 1991 ജോൺ പോൾ 2-ാമൻ്റെ ചെന്തേസിമൂസ് അന്നൂസ്, 2009 ബെനഡിക്റ്റ് 16-ാമൻ പാപ്പയുടെ കാരിത്താസ് ഇൻ വെരിറ്റാതെ. ഇനി നമുക്ക് കേരളത്തിലെ ലത്തീൻ സഭയുടെ സാമൂഹികമായിട്ടുള്ള പ്രതിജ്ഞാബദ്ധതയെ കുറിച്ചിട്ട് നോക്കാം. ആദ്യ കാലഘട്ടത്തിൽ തന്നെ അപ്പോസ്തലിക പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ 16-ാം നൂറ്റാണ്ടിലെ പാശ്ചാത്യ മിഷണറിമാർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് റോമുമായിട്ടുള്ള ഒരു ബന്ധം ഇവരുമായിട്ട് സ്ഥാപിക്കുന്നത്. അപ്പോഴാണ് മിഷണറിമാർക്ക് മനസ്സിലായത് ജാതി വ്യവസ്ഥയുടെയും അന്നത്തെ ആ കാലഘട്ടത്തിൻ്റെയും ഒക്കെ പല അനാചാരങ്ങളും ക്രൈസ്തവ വിശ്വാസത്തിന് ചേരാത്ത പല അനുഷ്ഠാനങ്ങളും ഒക്കെ ഇവരുടെ വിശ്വാസ ജീവിതത്തിൽ ഉണ്ട്.
അപ്പോൾ അതിനെയെല്ലാം മാറ്റി യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഒരു മാർഗരേഖ നൽകുന്നതിന് വേണ്ടി ചരിത്രപരമായിട്ട് നടത്തിയ ഒരു ഇടപെടലാണ് ഉദയംപേരൂർ സുനഹദോസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഉദയംപേരൂർ സുനഹദോസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആ, ദേ എഡ്വിൻ പറയുന്നത്. ആരാണ് ഉദയംപേരൂർ സുനഹദോസ് വിളിച്ചുകൂട്ടിയത് മോനെ? അതെ, കോവയിലെ മെത്രാപ്പൊലീത്തയായിരുന്ന അലക്സിസ് മെനസിസ് പിതാവാണ് ഉദയംപേരൂർ സുനഹദോസ് വിളിച്ചുകൂട്ടിയത്. അത് വിളിച്ചുകൂട്ടിയത് 1599 ജൂൺ 20 മുതൽ 26 വരെയാണ്. അന്നത്തെ കൊച്ചിയിലെ ഉദയംപേരൂർ എന്ന സ്ഥലത്ത് വെച്ചാണ് അത് കൂടിയത്. 832ഓളം പേരാണ് അന്ന് സുനഹദോസിൽ പങ്കെടുത്തത്. 153 നാട്ടുവൈദികരും 650 അൽമായരും കുറച്ച് ദൈവശാസ്ത്ര പണ്ഡിതരും ഒക്കെ അന്ന് ആ സുനഹദോസിൽ പങ്കെടുത്തു. അതിനു മുൻപേ 1545 മുതൽ 63 വരെ ട്രെൻഡ് സുനഹദോസ് നടത്തപ്പെട്ടു. അപ്പോൾ ആ സുനഹദോസിലെ കാര്യങ്ങൾ കേരളത്തിലെ കത്തോലിക്ക വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി അതിന് ചുവടുപിടിച്ച് നടത്തിയതാണ് ഈ ഉദയംപേരൂർ സുനഹദോസ്. അന്ന് ജാതി വ്യവസ്ഥ കൊടുകുത്തി വാണിരുന്ന കാലമാണെന്ന് ഓർക്കണം. തീണ്ടലും അയിത്താചാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. കേരളത്തിലെ നവോത്ഥാന നായകനായിരുന്ന ശ്രീനാരായണ ഗുരുവിനെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അദ്ദേഹം ജനിക്കുന്നതിന് 257 വർഷം മുൻപാണ് ഈ ഉദയംപേരൂർ സുനഹദോസ് നടത്തപ്പെടുന്നത്. അപ്പോൾ എത്രയ്ക്ക് ശക്തമായിട്ടുള്ള ഇടപെടലാണ് അന്നത്തെ സഭ നടത്തിയിരിക്കുന്നത്. ഫ്യൂഡൽ സാമൂഹിക ക്രമത്തിനേറ്റ ഒരു ആഘാതമായിട്ടും ആദ്യത്തെ ജാതിവിരുദ്ധ സമരവുമായിട്ടൊക്കെയാണ് ചരിത്രകാരന്മാർ ഈ ഉദയംപേരൂർ സുനഹദോസിനെ വിശേഷിപ്പിക്കുന്നത്. 260ഓളം കാനോനങ്ങളാണ് അന്ന് ഉദയംപേരൂർ സുനഹദോസ് പുറത്തിറക്കിയത്. അതിൽ 17ഓളം കാനോനങ്ങൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ട്. അതായത് മന്ത്രവാദം, കൂടോത്രം, ഭാഗ്യദോഷ പ്രവചനം ഇവയെല്ലാം തെറ്റാണെന്ന് പറഞ്ഞു. അതുപോലെ പലിശ, അമിത പലിശ, പിഴപ്പലിശ ഇതെല്ലാം നിർത്തലാക്കണമെന്ന്, ശരിയല്ല എന്ന് സുനഹദോസ് ഉത്തരവ് പുറപ്പെടുവിച്ചു. തീണ്ടലും അയിത്താചാരങ്ങളും എല്ലാം തന്നെ ദൈവ സ്നേഹത്തിന് എതിരാണെന്ന് പറഞ്ഞു. അത് സ്ത്രീകൾ പൂർണ്ണമായിട്ടും നഗ്നത മറച്ചു നടക്കണമെന്നും പുരുഷന്മാർ മുണ്ടും മേൽമുണ്ടുമൊക്കെ ധരിച്ച് നടക്കണമെന്നും സുനഹദോസ് കൽപ്പിച്ചു. അതുപോലെ സെമിത്തേരി സമ്പ്രദായം, അതുപോലെ മലയാള ഭാഷയിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഉൾവിടണം. അതുപോലെ പട്ടക്കാരൻ അതുവരെ എങ്ങനെയായിരുന്നു? ജീവിതകാലം മുഴുവൻ ഒരു ഇടവകയിലാണ് സേവനമനുഷ്ഠിച്ചിരുന്നത്. ഈ സുനഹദോസിന് ശേഷമാണ് അവർക്ക് സ്ഥലം മാറ്റം ഒക്കെ ഉണ്ടായത്. ഇത്തരത്തിൽ വളരെയധികം വിപ്ലവകരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ട് സുനഹദോസ് ഡിഗ്രി പുറപ്പെടുവിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഉദയംപേരൂർ സുനഹദോസിനെ കുറിച്ചിട്ട് പഠിച്ചില്ലേ? അപ്പോൾ അതുപോലത്തെ അനാചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒക്കെ ഇന്നത്തെ നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൽ ഉണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചാൽ അത്തരത്തിലുള്ള എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവയെക്കുറിച്ചൊക്കെ ഒരു കുറിപ്പെഴുതി നിങ്ങളെ ക്ലാസ് ടീച്ചർക്കൊന്ന് കൊടുക്കാമോ? അതുപോലെ 122-123 പേജുകളിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഈ ഡിഗ്രികളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് വായിച്ചു നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് കേരളത്തിലെ ലത്തീൻ മിഷണറിമാർ നൽകിയ സംഭാവനകളെ കുറിച്ചിട്ട് ഒന്ന് പഠിക്കാം. അങ്ങനെ മടുപ്പ് തോന്നുന്നുണ്ടോ? നമ്മളെല്ലാവരും ലത്തീൻ സമുദായക്കാരാണോ? അതെ അല്ലേ? ഈ ലത്തീൻ സമുദായത്തിൻ്റെ പല സംഭരണങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നില്ലേ? അതെ. അപ്പോൾ ഇതിനൊക്കെ കാരണക്കാരായ ഈ മിഷണറിമാരെയൊക്കെ നമുക്കൊന്ന് അവരുടെ സംഭാവനകളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പഠിക്കണ്ടേ? അപ്പോൾ 16-17 നൂറ്റാണ്ടുകളിലാണ് ലത്തീൻ മിഷണറിമാർ കേരളത്തിലെത്തുന്നതും അത് നമ്മുടെ അച്ചടി, മലയാള ഭാഷ എന്നിവയ്ക്ക് വിദ്യാഭ്യാസ മേഖല, ആതുര ശുശ്രൂഷ രംഗം എന്നിവയിലേക്ക് വളരെ അധികം സംഭാവനകൾ അവർ നൽകുകയും പുതിയ ഒരു നവീന കാലഘട്ടത്തിലേക്കുള്ള ഒരു തിരിതെളിക്കുകയും ചെയ്തത്. അപ്പോൾ ആദ്യമേ തന്നെ ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിക്കുന്നത് 1511 കൊച്ചിയിൽ ദേവമാതാവിൻ്റെ കലാലയം എന്ന പേരിൽ ഫ്രാൻസിസ്കൻ മിഷണറിമാരാണ് ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനം. അപ്പോൾ ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം 1541 ഫ്രാൻസിസ്കൻ വൈദികനായിരുന്ന വിൻസെന്റ് ലോമസ് എവിടെയാണ് സ്ഥാപിച്ചതെന്ന് അറിയാമോ? മോനറിയാമോ? അത് കൊടുങ്ങല്ലൂരാണ്. അത് സെൻറ്റ് ജെയിംസ് കോളേജാണ്. ഇനി 1549 കൊല്ലത്ത് ഫാദർ നിക്കോളാസ് സ്ഥാപിച്ച ദിവ്യരക്ഷകന്റെ പേരിലുള്ള ഒരു കോളേജ് സ്ഥാപിച്ചു. 1552
ഒരു ഫ്രാൻസിസ്കൻ സെമിനാരി കൊച്ചിയിൽ സ്ഥാപിച്ചു. ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഗ്രന്ഥശാലയായിരുന്നു അന്നത്തെ കാലത്ത്. ആ വർഷം തന്നെ സെയിൻറ്റ് പോൾസ് കോളേജും 53 ഡൊമിനിക്കൻ കോളേജും സ്ഥാപിക്കുകയുണ്ട്. തുടർന്ന് 1663 സാമ്പാളൂര് ഒരു കാത്തലിക് യൂണിവേഴ്സിറ്റി തന്നെ സ്ഥാപിക്കുകയുണ്ട്. അപ്പോൾ ഇപ്രകാരം ലത്തീൻ മിഷണറിമാരുടെ ഇടപെടൽ മൂലം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിനും വൈദിക പഠനത്തിനും ഒരു പുതിയ വാതായനം തന്നെ തുറന്നു കിട്ടി. പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്നുള്ള ആഹ്വാനം ആരാണ് പുറപ്പെടുവിച്ചതെന്ന് അറിയാമോ? മോൾക്കറിയാമോ? ആരാണത്? നമ്മുടെ വരാപ്പുഴ വികാരിയത്തിൻ്റെ മെത്രാപ്പൊലീത്തയായിരുന്ന ബെർണദിൻ ലച്ചനെല്ലി പിതാവാണ്. അപ്പോൾ പള്ളിക്കൊപ്പം പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമാണെന്നുണ്ടാക്കിയത്. അങ്ങനെ ജാതി മതഭേദമന്യേ എല്ലാ മക്കൾക്കും വിദ്യാഭ്യാസത്തിനുള്ള ഒരു വാതായനമാണ് തുടങ്ങി. 1886 ആർച്ച് ബിഷപ്പ് മിലൻ കൊച്ചിയിൽ സാന്താക്രൂസ് എന്ന പേരുള്ള ഒരു ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചു. 1887 ഡേസ്റ്റിനാമോ എന്ന് പറയുന്ന ഒരു ആംഗ്ലോ ഇന്ത്യൻ വനിത ഫാദർ കാന്തിദോസ് എന്നുള്ള ഒരു കർമ്മലീത്ത മിഷണറിയുടെ സഹായത്തോടെ പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് ഒരു കോളേജ് സ്ഥാപിച്ചു. അതാണ് ഇന്നത്തെ സെൻറ്റ് തെരേസാസ് കോളേജായിട്ട് രൂപാന്തരപ്പെട്ടത്. ഇതുപോലെ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ വിദ്യാഭ്യാസ രംഗത്ത് മലയാള ഭാഷയിലും ഒക്കെ ലത്തീൻ മിഷണറിമാർ നടത്തുകയുണ്ട്. ഇനി മലയാള ഭാഷയിൽ ലത്തീൻ മിഷണറിമാരുടെ സംഭാവനകളെ കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യ കാലഘട്ടത്തിൽ ഇവിടെ സംസ്കൃതത്തിൻ്റെയും തമിഴിൻ്റെയും മിശ്രിതമായിട്ടുള്ള ഒരു ഭാഷയാണ് നിലവിലുണ്ടായിരുന്നത്. ഗദ്യശൈലി വട്ടത്തിലും നീളത്തിലും എഴുതിയിരുന്ന കുറികളൊക്കെ ആയിരുന്നു, ഓലയിലൊക്കെ എഴുതിയത്. അന്നത്തെ സവർണരായിരുന്ന അല്ലെങ്കിൽ ജാതിയിൽ മുന്തിയവരായിരുന്ന നമ്പൂതിരിമാർക്കൊക്കെ മാത്രം അവകാശപ്പെട്ടതായിരുന്നു ഈ ഗദ്യശൈലി. അവർ സംസ്കൃതത്തിൽ ഇതെല്ലാം എഴുതിയിരുന്നു. സാധാരണക്കാരായിരുന്ന ജനങ്ങൾക്ക് ഈ ലിപിയൊക്കെ അന്യമായിരുന്നു. നമ്മുടെ പോർച്ചുഗീസ് മിഷണറിമാരാണ് ഈ ഗദ്യശൈലിക്ക് രൂപം കൊടുക്കുവാനായിട്ട് കാരണക്കാരായത്. ഈ തമിഴിൻ്റെയും സംസ്കൃതത്തിൻ്റെയും ഇടപെടൽ മൂലം സാധാരണക്കാരായ ജനങ്ങളോട് അവർ പോർച്ചുഗീസ് മിഷണറിമാരിവിടെ വന്നത് എന്തിനാണ്? സുവിശേഷ പ്രചാരണത്തിന് വേണ്ടി. അവരോട് സംവദിക്കാനായിട്ട് വളരെയധികം പ്രയാസമുണ്ടായിരുന്നു. ഒരു ഗദ്യ ലിപി, മലയാളത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു ലിപി ഉണ്ടാക്കുവാനായിട്ട് അവർ പരിശ്രമിച്ചു. അതിനു വേണ്ടിയിട്ട് അവർ പോർച്ചുഗീസ്, അറബിക്, ഗ്രീക്ക്, സുറിയാനി, ലത്തീൻ, സംസ്കൃതം ഇങ്ങനെ 6 ഭാഷകളിൽ നിന്നും പദങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്ത്യൻ സങ്കീർണതകളും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അങ്ങനെ മലയാളം ലിപിക്ക് രൂപം നൽകി. കേരളത്തിലെ ലത്തീൻ സഭയുടെ ആദ്യകാലങ്ങളിൽ തന്നെ മനോഹരമായിട്ടുള്ള സമ്പന്നമായിട്ടുള്ള ഒരു കാവ്യശൈലി ഇവിടെ നിലനിന്നിരുന്നു. അമ്മ കന്യാമണി തന്നെ കേട്ടിട്ടില്ലേ? പുത്തൻ പാനം, അർണോസ് പാതിരി രചിച്ച പുത്തൻ പാനം ഈ കാലയളവിലാണ് രചിക്കപ്പെട്ടത്. അപ്പോൾ എത്ര സംഭാവനകളാണ് ലത്തീൻ മിഷണറിമാർ നൽകിയത്. പക്ഷെ ആശ്ചര്യം തോന്നുന്ന ഒരു കാര്യം, ഈ മലയാള ഭാഷയ്ക്ക് ഒരു ഗദ്യലിപി ഉണ്ടാക്കുന്നതിന് വേണ്ടി വിദേശീയരായ ലത്തീൻ മിഷണറിമാർ നമ്മുടെ നാട്ടിലേക്ക് വരേണ്ടി വന്നു എന്നുള്ളതാണ്. ഇനി അച്ചടി രംഗത്ത് ലത്തീൻ മിഷണറിമാരുടെ സംഭാവനകളെ കുറിച്ചിട്ടൊന്ന് നോക്കിയാലോ. അച്ചടിയും കടലാസും വെടിമരുന്നും വടക്കു നോക്കിയെന്നും ഒക്കെ കണ്ടുപിടിച്ചത് യൂറോപ്പിലെ നവോത്ഥാനത്തിന് കാരണമായി. അപ്പോൾ അച്ചടി നമ്മുടെ നാട്ടിലും പുതിയൊരു നവോത്ഥാനത്തിന് കാരണമായി. അപ്പോൾ ഗോവയിൽ ഈശോസഭ മിഷണറിമാരാണ് ആദ്യമായിട്ട് 1556 ഒരു അച്ചടിശാല രൂപീകരിക്കുന്നത്, സ്ഥാപിച്ചു. വീണ്ടും കേരളത്തിൽ 1577 ഈശോസഭ വൈദികനായിരുന്ന ഹെൻറിക്കോസാണ് തമ്പുരാൻ വണക്കം എന്ന പേരിൽ ആദ്യമായിട്ട് ഒരു പുസ്തകം അച്ചടിക്കുന്നത്. അത് കൊല്ലത്താണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തമിഴിലെ ഒരു വേദപുസ്തകത്തിൻ്റെ പരിഭാഷയാണ് തമ്പുരാൻ വണക്കം ആയി രൂപപ്പെട്ടത്. വീണ്ടും ചേന്നമംഗലത്ത്, കൊച്ചിയിൽ, സാമ്പാറൂർ അങ്ങനെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം പല സ്ഥലങ്ങളിലായി അച്ചടിശാലകൾ സ്ഥാപിക്കുകയും പുതിയ പ്രസിദ്ധീകരണങ്ങളും അതുപോലെ ഭാഷയിൽ പുതിയ മാറ്റങ്ങളും ഒരു പുതിയ വാതായനം തന്നെ ഈ രംഗത്ത് തുറന്നിടുകയും ചെയ്തു. ഭാഷയുടെ നിയമവും ശാസ്ത്രവുമാണ് വ്യാകരണം.
മലയാള ഭാഷയ്ക്ക് ഒരു വ്യാകരണ നിഘണ്ടു ഉണ്ടാക്കിയത് 1700-ൽ വരാപ്പുഴ മെത്രാപ്പൊലീത്ത ആയിരുന്ന ആഞ്ചലോ ഫ്രാൻസിസ് ആണ് ആദ്യമായി മലയാളത്തിന് ഒരു നിഘണ്ടു സംഭാവന ചെയ്തത്. ഇനി ലത്തീൻ മിഷണറിമാരുടെ ആതുര രംഗത്തുള്ള സംഭാവനകളെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ഇത് കോവിഡിന്റെ കാലമാണ് അല്ലേ, പകർച്ചവ്യാധി കൊണ്ട് എല്ലാവരും വളരെയധികം സഹിക്കുന്ന കാലഘട്ടം. നമ്മുടെ കൂട്ടുകാരി അഖിൽ ഇതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്കതൊന്ന് കേൾക്കാം. സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാനിവിടെ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് ലത്തീൻ മിഷണറിമാരെയും ആതുര സേവന രംഗത്തെയും കുറിച്ചാണ്. നിങ്ങൾക്കറിയാമോ, സഭയുടെ ആരംഭകാലം മുതൽ ദേവാലയങ്ങളോട് ചേർന്ന് രോഗി ശുശ്രൂഷയ്ക്കായി സത്രങ്ങൾ നടത്തിയിരുന്ന പാരമ്പര്യം നമുക്ക് ഉണ്ടായിരുന്നു. ലോകത്തിൽ ഇന്നുള്ള ആതുര ശുശ്രൂഷ സ്ഥാപനങ്ങളിൽ നല്ലൊരു ശതമാനവും കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ ഉള്ളവയാണ്. ദൈവമഹത്വത്തിനും മനുഷ്യാന്തസ്സിനും വില കൽപ്പിച്ചുകൊണ്ട് മിഷണറിമാർ കേരളത്തിൽ ആതുര സേവന രംഗത്ത് കടന്നു വന്നു. 1513-ൽ പോർച്ചുഗീസ് മിഷണറിമാർ ഗോവയിലും കൊച്ചിയിലുമായി സ്ഥാപിച്ച ദിവ്യകാരുണ്യത്തിന്റെ വിശുദ്ധ ഭവനങ്ങളും ഇന്ത്യയിലെ ആദ്യത്തെ കത്തോലിക്ക ആശുപത്രി എന്നറിയപ്പെടുന്ന 1527-ൽ സ്ഥാപിതമായ ക്രൂസ് ദേ കൊച്ചിനും സഭയുടെ ആദ്യകാലത്തെ ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളായിരുന്നു. കേരളത്തിൽ വസൂരി, കോളറ, മലമ്പനി തുടങ്ങിയ മാറാരോഗങ്ങൾ മരണം വിധിച്ചിരുന്ന കാലത്ത് മനുഷ്യർക്ക് മതിയായ സംരക്ഷണമോ പരിചരണമോ ലഭിക്കാതെ വന്നു. ഈ സാഹചര്യത്തിലാണ് സഭ രോഗികൾക്ക് ശുശ്രൂഷയും സംരക്ഷണവും നൽകിക്കൊണ്ട് ആതുര സേവന രംഗത്തേക്ക് ഇറങ്ങിത്തിരിച്ചത്. ഇന്ത്യയിലെ രണ്ടാമത്തേതും കേരളത്തിലെ ആദ്യത്തേതുമായ ക്രൈസ്തവ ആതുര ശുശ്രൂഷ കേന്ദ്രം മഞ്ഞുമൽ സെന്റ് ജോസഫ് ആശുപത്രിയാണ്. 1868-ൽ പ്രവർത്തനം ആരംഭിച്ച ഇതിന്റെ പ്രണേതാവ് മഞ്ഞുമൽ കർമ്മലിത്ത സഭംഗമായ ബ്രദർ നിക്ലാവോസ് വെറോവൻ ആണ്. നമ്മുടെ ലത്തീൻ മിഷണറിമാർ ആതുര സേവന രംഗത്ത് നമുക്ക് നൽകിയ സംഭാവനകൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇത് സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലഘട്ടമല്ല. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരുമാണ്. ഈ സോഷ്യൽ മീഡിയയെ ദൈവമഹത്വത്തിന് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് വിശുദ്ധിയുടെ പടവുകൾ കടന്നു കയറിയ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് നോക്കിയാലോ. ബ്രിട്ടൻകാരനായ 15 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ വിശുദ്ധരാക്കാൻ വേണ്ടി പോകുന്നു. പേര് കാർലോ അക്വിറ്റസ്. നമ്മളെ പോലെ തന്നെ ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ടിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇവിടെ തൂക്കിയിട്ട് ഒരു വിശുദ്ധൻ ഇങ്ങനെ നിൽക്കുന്നതാണ്. ചെറുക്കൻ ചെയ്ത ഇത്രയേ ഉള്ളൂ. 12ാമത്തെ വയസ്സ് മുതൽ ഇന്റർനെറ്റ് നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്ന ഇവൻ ഇന്റർനെറ്റിലൂടെ ദൈവത്തെ കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. തന്റെ വെബ്സൈറ്റിലൂടെ ഏതാണ്ട് 136ഓളം സയന്റിഫിക്കലി പ്രൂവൺ യൂക്രിസ്റ്റിക് മിറാക്കിൾസ് ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവൻ പല രാജ്യങ്ങളിൽ സഞ്ചരിച്ച് അതിന്റെ വീഡിയോസ് എടുത്ത് അവൈലബിൾ ആക്കി. തന്റെ ഫേസ്ബുക്കും സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റും ഒക്കെ ദൈവത്തെ കൊടുക്കാനുള്ള സാധ്യതകളാക്കിയിട്ട് അവൻ ഉപയോഗിക്കുകയാണ്. എന്നിട്ട് 15ാമത്തെ വയസ്സിൽ പാവത്തിന് ക്യാൻസർ രോഗം വരിക. ക്യാൻസർ രോഗത്തിന്റെ കഠിനമായ പീഡനങ്ങൾക്കിടയിലും അവൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇതെന്റെ സഭയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ഒടുവിൽ അവനെ തിരുസഭ ധന്യനാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നു. അധികം താമസമില്ലാതെ കാർലോ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യും. നിങ്ങളെല്ലാവരും കാർലോസ് അക്വിറ്റസിനെ കണ്ടു. അപ്പോൾ അതുപോലെ സോഷ്യൽ മീഡിയ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള യുവാക്കളും യുവതികളും ഒക്കെയായി മാറാനായിട്ട് നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ശക്തരും ധീരരുമായിരിക്കുക. ഈ കാലഘട്ടത്തിൻ്റെ നല്ല പ്രവാചകരായിരിക്കാൻ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.